ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല അടിപൊളിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിന്, അതിന് വേണ്ടി ആക്കിയതാണ്. അപ്പം നിങ്ങൾക്കും കൂടി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ടോഫി പുഡിംഗ് ആണ്. അതിനാദ്യം ഒരു മിഠായി മേറ്റ് അല്ലെങ്കിൽ മിൽക്ക് മേറ്റ്, ഞാൻ മിഠായി മേറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊരു കുക്കറിൽ ഇട്ട് കൊടുത്ത് അത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് ഒരു വിസിൽ വന്ന് എന്നിട്ട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇങ്ങനെയാണ് ടോഫി ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ അടിയിലത്തെ ലെയറായ ബിസ്ക്കറ്റ് ലെയറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എയറോട്ട് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അതിൽ മെൽറ്റഡ് ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. അതും ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിയിലത്തെ ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ബിസ്ക്കറ്റ് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ വെക്കാം. ടൈം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. 10 ഗ്രാമാണ് ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ലെയറാക്കാൻ വേണ്ടിയിട്ട് 2 പാക്കറ്റ് പാൽ ഒരു പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് മിഠായി മേറ്റ് വെച്ച് കൊടുക്കുക. ഒരു ചെറിയ ടിന്ന് ഫുൾ മിഠായി മേറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഷുഗറും കൂടി ആഡ് ചെയ്യാം. എനിക്കിത് മധുരം ഓക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഷുഗർ ആഡ് ചെയ്യണതിന്. ആ ടൈം കൊണ്ട് നമ്മൾ ചൈന ഗ്രാസ് ഇവിടുന്ന് മെൽറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് മെൽറ്റായി കഴിഞ്ഞാൽ പാലിലേക്ക് ചൂടാക്കിയ പാലിലേക്ക് അതും കൂടി മിക്സ് ചെയ്ത് അടുത്ത ലെയറാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി മൂന്നാമത്തെ ലെയറായിട്ട് ടോഫിയാണ് ആക്കുന്നത്. ടോഫി ഒരു പാത്രത്തിലാക്കിയിട്ട് അതിൽ ഫ്രഷ് ക്രീമും കുറച്ച് ഒരു 5 ഗ്രാം ചൈന ഗ്രാസും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് മൂന്നാമത്തെ ലെയറായിട്ട് പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ മൂന്നാമത്തെ ലെയറും സെറ്റായി. ഇനി ഗാർണിഷിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ ആക്കി കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് ഈ പുഡിങ് തിന്നാൻ വേണ്ടിയിട്ട്. നല്ല ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് ഇത് എനിക്ക് കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് 2 പാക്കറ്റ് പാൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 പാക്കറ്റ് പാലും ഒരു 50 ഗ്രാം ബട്ടർ, ഒരു ഫ്രഷ് ക്രീം, പിന്നെ ഒരു മിഠായി മേറ്റ്, 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ ഇതിനോട് എടുത്തിട്ടുള്ളത്. അത് അവിടെ നിന്ന് മെൽറ്റാക്കി എടുക്കാം. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് പുഡിംഗ് ട്രേയിൽ ഫസ്റ്റ് ലെയറായിട്ട് ഇത് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ അരിച്ചിട്ട് വെച്ച് കൊടുക്കാം. അരിച്ചിട്ട് വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇത് സെറ്റാകാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്ത ലെയറായിട്ട് ഞാൻ മാംഗോൻ്റെ ജെല്ലിയാണ് ഉണ്ടാക്കുന്നത്. അതിന് നല്ല ചൂടുള്ള 1.5 കപ്പ് വെള്ളം, അതിലേക്ക് മാംഗോൻ്റെ ജെല്ലി പൗഡർ മിക്സ് ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മാംഗോൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത മാങ്ങേനെ എടുക്കാൻ നോക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മാംഗോ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ജെല്ലി മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പുഡിങ്ങും ഇവിടെ റെഡിയാവും. നല്ല ടേസ്റ്റാണ് 2 പുഡിങ്ങും കഴിക്കാൻ. അതുപോലെ തന്നെ വളരെ ഈസിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. ഫംഗ്ഷനാക്കിയ പുഡിങ് ആയതുകൊണ്ട് അത് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വേറെ 2 ചെറിയ ബൗളിലും കൂടി ആക്കിയതിന്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.